സുജിത്ത് ഇവിടെ വരുന്ന 2 വർഷം മുമ്പാണ്. അവൻ വന്ന് അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്നാണ് വന്നത്. അച്ഛനൊക്കെ കൂലിപ്പണിക്കാരായിരുന്നു, ജ്യേഷ്ഠൻ വേറെ തൊഴിലിന് പോയിക്കൊണ്ടിരിക്കുന്നു. 2 വർഷം മുമ്പ് വരുമ്പോൾ അവൻ്റെ ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജിലാണ് ഞങ്ങൾ ടീമിലോട്ട് എടുത്തത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവൻ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവൻ്റെ ഗോൾ കീപ്പിംഗ് സ്റ്റൈൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ബേസിക് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പം ബേസിക് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇനിയും ഇപ്പം അടുത്ത 2 വർഷം കൂടെ അവൻ ഇവിടെ സ്കൂൾ ടീമിലുണ്ടാവും. കുഴപ്പമില്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവനൊരു ഇന്ത്യൻ ഗോൾ കീപ്പർ, ഇൻ്റർനാഷണൽ ലെവലിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പറാണ്. ഓരോരുത്തർക്ക് ഓരോ കഴിവ് ദൈവം കൊടുക്കുന്നില്ലേ. അവന് കൊടുത്തത് ഫുട്ബോളിലേക്കാണ് അവൻ്റെ താല്പര്യം. ഇപ്പം ഞാൻ എനിക്ക് വെൽഡിങ്ങിൻ്റെ പണി അടിക്കാനായിരുന്നു എനിക്ക് താല്പര്യം, ഞാൻ അതിന് പോയി എന്ന് പറഞ്ഞാൽ അവന് ഫുട്ബോളിലാണ് താല്പര്യം വന്നത്. കളിക്കാൻ അവന് ആഗ്രഹമാണ്, എവിടെ പോയാലും കളിക്കണം. ഇവിടെ ആയാലും അടുത്ത് കളിച്ച് ഇവിടെ അടുത്ത് ഗ്രൗണ്ടിലൊക്കെ വിട്ട് വന്നാൽ ഞാൻ ഉടനെ പോയി കളിക്കുന്ന, എവിടെ വരെ കളിക്കാൻ എത്താൻ കഴിയുന്നു അത്രയും എത്തട്ടെ എന്നുള്ളതാണ് കളി. അവൻ്റെ ഒരു ജീവിത അഭിലാഷം. സുബ്രതോ കപ്പിൽ പങ്കെടുത്തതുകൊണ്ടാണ് അവൻ ഫൈനലിലെ ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് ഗവൺമെൻറ് 5 lakhs അവന് പ്രൈസ് മണി ആയിട്ട് കൊടുത്തത്. കൂടാതെ ഇവിടുത്തെ ഒരു സംഘടന അവന് സ്വന്തമായിട്ട് വീട് വെച്ച് കൊടുത്തു. പിന്നെ ഇപ്പം അവന് പല സ്ഥലത്തു നിന്നുള്ള അന്വേഷണങ്ങളും ഓഫറുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും പൈസ കൊടുക്കാൻ തയ്യാറായിട്ട് ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ സുജിത്ത് ഇപ്പോഴത്തെ സ്കൂൾ ലെവലിൽ ഒരു ഹീറോയാണ് ഇവിടെ. ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്. ഇവൻ ബെസ്റ്റ് ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു.